ഹായ് കുട്ടീസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് EVSലെ പല രൂപത്തിൽ നമുക്ക് ചുറ്റും എന്ന ചാപ്റ്ററാണ് കേട്ടോ. അറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. എന്താണ് അറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോം? ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഖരവസ്തുവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സോളിഡ് ഒബ്ജക്ട്സിനെ കുറിച്ചാണ് ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സോളിഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ഒബ്ജക്ട്സിന് ഒരു നിശ്ചിത രൂപവും അതുപോലെ തന്നെ എന്തുണ്ടാവും, അവിടെ ഭാരവും ഉണ്ടാവും. എന്താണ്? ഒരു നിശ്ചിത രൂപവും അതുപോലെ തന്നെ ഭാരവും ഉണ്ടാവും. സോളിഡ് ഒബ്ജക്ട്സിന് എന്തുണ്ടാവും? ഡിഫൈനൈറ്റ് വെയ്റ്റും അതുപോലെ തന്നെ ഷേപ്പും ഉണ്ടാവും കേട്ടോ. ഡിഫൈനൈറ്റ് വെയ്റ്റും അതുപോലെ തന്നെ ഷേപ്പും. ഈ നോക്കടാ, ഈ കുട്ടിനെ നോക്ക്, ഈ കുട്ടി നോക്ക്, ഒരു കല്ല് പിടിച്ച് നിൽക്കുന്നില്ലേ? ഈ കല്ലിന് എന്തുണ്ടാ? നിശ്ചിത ഭാരവും ഉണ്ട്, അതുപോലെ തന്നെ ഒരു രൂപമില്ല. ഇതൊരു രൂപമല്ലേ? അപ്പോൾ ഒരു രൂപവും ഉണ്ട്, അല്ലെങ്കിൽ വെയ്റ്റും ഷേപ്പും, കൃത്യമായ വെയ്റ്റും ഷേപ്പും ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഖരവസ്തു അല്ലെങ്കിൽ സോളിഡ് ഒബ്ജക്ട്സ് എന്ന് പറയുക. അപ്പോൾ സോളിഡ് ഒബ്ജക്ട്സ് എന്താണ്? സോളിഡ് ഒബ്ജക്ട്സ് ഹാവ് ഡിഫൈനൈറ്റ് ഷേപ്പ് ആൻഡ് വെയ്റ്റ്. അതായത് നിശ്ചിത ആകൃതിയും രൂപവുമുള്ളൊരു വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുക? സോളിഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഖരവസ്തു എന്ന് പറയാം. നോക്കടാ, ഖരവസ്തുവിന് അതുപോലെ തന്നെ ഖരവസ്തുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഖരവസ്തുവിന് സ്ഥിതി ചെയ്യാൻ എന്തുണ്ട്? സ്ഥലം ആവശ്യമാണ്, അല്ലെങ്കിൽ സ്പേസ് വേണം. ഖരവസ്തുവിന് എക്സിസ്റ്റ് ചെയ്യാൻ സ്പേസ് വേണം. സോളിഡ് ഒബ്ജക്ട്സ് നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ. സോളിഡ് ഒബ്ജക്ട്സ് എന്താ? സ്പേസ് ടു ഒക്കുപ്പൈ. അപ്പോൾ വലിയ ഒബ്ജക്റ്റ് ആകുമ്പോഴോ, ചെറിയ ഒബ്ജക്റ്റ് ആകുമ്പോൾ കുറച്ച് സ്ഥലം മതി. വലിയ ഒബ്ജക്റ്റ് ആകുമ്പോഴോ നിറയെ സ്ഥലം വേണം. അപ്പോൾ സോളിഡ് ഒബ്ജക്ട്സ് വലുതാണെങ്കിൽ അത്രയും തന്നെ സ്ഥലം വേണം, ചെറുതാണെങ്കിൽ കുറച്ച് സ്ഥലം മതി. അതാണ് പറയുന്നത് കേട്ടോ. സോളിഡ് ഒബ്ജക്ട്സ് എന്തിനു ഒക്കുപ്പൈ എന്ത് വേണം? സ്പേസ് വേണം കേട്ടോ. സോളിഡ് ഒബ്ജക്ട്സ് എക്സിസ്റ്റ് ചെയ്യാൻ ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം എന്നുള്ള കാര്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യാവുന്ന ഓർത്ത് വെക്കുക കേട്ടോ. ഓർത്ത് വെക്കുക. അടുത്ത് നോക്കടാ, നമുക്ക് രണ്ട് തരം സാധനങ്ങൾ നോക്കാം. കൃത്യമായ ആകൃതി ഉള്ളതും അതുപോലെ തന്നെ കൃത്യമായ ആകൃതി ഇല്ലാത്തവയും ആയിട്ടുള്ള വസ്തുക്കളെ നോക്കിയാലോ എല്ലാവരും എൻ്റെ ഒപ്പം ഫോളോ ചെയ്യണേ, എല്ലാവരും എൻ്റെ ഒപ്പം പഠിക്കണം കേട്ടോ. അപ്പോൾ നോക്കിയാലോ, ആദ്യമായിട്ട് നോക്കടാ, പന്ത് അല്ലേ. ബോളിൻ്റെ ഷേപ്പ് അറിയില്ല എല്ലാവർക്കും, കൃത്യമായ ആകൃതിയുള്ള അല്ലേ ബോളിന്. അതുപോലെ തന്നെ നോക്കടാ, കൃത്യമായ ആകൃതി ഉള്ളവൽ അല്ലെങ്കിൽ റെഗുലർ ഷേപ്പ് ഉള്ളവ നോക്കിക്കോ. ബുക്കിന് നമുക്കറിയാമല്ലേ കൃത്യമായ ആകൃതി ഉണ്ട്. അടുത്ത് നോക്ക്, പെട്ടി, ബോക്സിനില്ലേ. അതുപോലെ തന്നെ നമ്മുടെ മേശ, ടേബിൾ, അതിനുണ്ട് അല്ലേ. അതുപോലെ തന്നെ പെന്നിനും ഉണ്ട് അല്ലേ. കൃത്യമായ ആകൃതിയും അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഷേപ്പുള്ള സാധനങ്ങളെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്ത് നോക്കടാ, റെഗുലർ ആയിട്ടൊരു ഷേപ്പ് ഇല്ലാത്ത വസ്തുക്കളെ നോക്കിയാലോ, കൃത്യമായ ആകൃതി ഇല്ലാത്തവയെ നമ്മൾ നോക്കിക്കോ. എല്ലാവരും നോക്കിക്കോ, എൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകണം. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? എൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാം. ആദ്യമായി നോക്കടാ, വെള്ളം, വാട്ടറിന് കൃത്യമായ ആകൃതി ഉണ്ടോടാ? റെഗുലറായിട്ടൊരു ഷേപ്പ് ഉണ്ടോ? ഇല്ല അല്ലേ. റെഗുലറായിട്ട് ഷേപ്പ് ഇല്ലാത്തതാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. വായുവിന് ഷേപ്പ് പറയാൻ പറ്റുമോടാ? ഇല്ല, വായുവിന് ഷേപ്പ് പറയാൻ പറ്റില്ല. തീക്ക് പറയാൻ പറ്റുമോ? തീ അല്ലെങ്കിൽ ഫയറിന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. വാട്ടർ എയറിന് പറയാൻ പറ്റില്ല, വാട്ടറിന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ തീ അല്ലെങ്കിൽ ഫയറിനും പറയാൻ പറ്റില്ല. പാലിന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോഴും ഗ്ലാസ്സിൽ കുടിക്കുന്നത് പാത്രത്തിൽ കുടിച്ച പാത്രത്തിൻ്റെ ഷേപ്പ് ആവില്ലേ. അപ്പോൾ പാലിന് നമ്മൾ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓയിലിന് എന്തില്ല? കൃത്യമായ ഷേപ്പ് ഇല്ല. അപ്പോൾ ഈ സാധനങ്ങളിലേക്ക് എന്തില്ല? കൃത്യമായ ആകൃതി ഇല്ലാത്തവയാണ്, അല്ലെങ്കിൽ റെഗുലറായിട്ടൊരു ഷേപ്പ് ഇല്ലാത്തവയാണ്. ഇതെൻ്റെ മക്കൾ എന്ത് ചെയ്യാവുന്ന അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ നോക്കടാ, ചില വസ്തുക്കൾക്ക് എന്തുണ്ട്? കൃത്യമായ ആകൃതി ഉണ്ട്. പക്ഷെ ചില വസ്തുക്കൾക്ക് എന്തുണ്ട്? കൃത്യമായ ആകൃതി ഇല്ല. അപ്പോൾ പൊതുവേ ഖരവസ്തുക്കൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൃത്യമായ ആകൃതി ഉള്ളവയായിരിക്കും. കൃത്യമായ ആകൃതി ഉള്ളവയായിരിക്കും, അല്ലെങ്കിൽ ഡിഫൈനൈറ്റ് ഷേപ്പ് ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? സോളിഡ് ഒബ്ജക്ട്സ് എന്ന് പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഖരവസ്തു അല്ലെങ്കിൽ സോളിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായ ഷേപ്പ് വേണം, ഡിഫൈനൈറ്റ് ഷേപ്പ് വേണം, കൃത്യമായ ആകൃതി വേണം. അതിനാണ് നമ്മൾ എന്ത് പറയുക? സോളിഡ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഖരവസ്തു എന്ന് പറയാം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് സോളിഡ് അല്ലെങ്കിൽ ഖരവസ്തുവിൻ്റെ കുറച്ച് പൊതുവായ സ്വഭാവങ്ങൾ നോക്കിയാലോ, ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാലോ, അല്ലെങ്കിൽ പൊതുവായ സ്വഭാവങ്ങൾ നോക്കിയാലോടാ. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യുക? പോയിന്റ് ആക്കി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക, എല്ലാവരും പഠിക്കേണ്ടതാണ്. ഇത് എക്സാമിന് പ്രസ്താവന ചോദ്യങ്ങളായും അങ്ങനെ പല രീതിയിലൊക്കെ ചോദിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാവരും പഠിക്കേണ്ടതാണ്, എല്ലാവരും നോക്കുക കേട്ടോ. അപ്പോൾ നോക്കടാ, ഖരവസ്തുവിൻ്റെ പൊതു സ്വഭാവങ്ങൾ നോക്കിയോ. കൃത്യമായ ആകൃതി ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കൃത്യമായ ആകൃതി ഉണ്ട്. എൻ്റെ ഒപ്പം പറഞ്ഞു എല്ലാവരും. കൃത്യമായ ആകൃതിയുണ്ട്. രണ്ടാമത്തെ നേരത്തെ പറഞ്ഞു അല്ലേ, ഭാരമുണ്ട്, അല്ലെങ്കിൽ ഹാസ് ഡിഫൈനൈറ്റ് ഷേപ്പ്, ഹാസ് വെയിറ്റ്. അടുത്ത് നോക്കടാ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ. എന്താടാ? നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ഞാൻ ഒന്നുകൂടെ പറയാം, എൻ്റെ ഒപ്പം എല്ലാവരും പറഞ്ഞോ നോക്കിയോ. കൃത്യമായ ആകൃതിയുണ്ട്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ എന്താണ്? ഭാരമുണ്ട്. മൂന്നാമത്തെ നോക്കടാ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ ആണ് 3 പോയിന്റ്സ്. അപ്പോൾ എന്ത് ചെയ്യുക? ഖരവസ്തുവിൻ്റെ അല്ലെങ്കിൽ സോളിഡ് ഒബ്ജക്റ്റിൻ്റെ പൊതുവായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ചോദിക്കുക എന്ത് ചെയ്യുക? ഈ 3 പോയിന്റ്സ് എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ വൃത്തിക്ക് പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ. അടുത്ത് നോക്കടാ, നമ്മൾ വെള്ളത്തിൻ്റെ ഷേപ്പ് നോക്കിയാലോ. വെള്ളത്തിൻ്റെ ആകൃതി അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് വാട്ടർ നോക്കിയാലോ.
ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെള്ളത്തിനൊരു ഷേപ്പ് ഉണ്ടോടാ? ഇല്ല അല്ലേ. വെള്ളത്തിനൊരു ഷേപ്പ് ഉണ്ടോ? വെള്ളം പാത്രത്തിൽ ഒഴിച്ചാൽ എന്താവും? ആ പാത്രത്തിൻ്റെ ഷേപ്പ് ആവും അല്ലേ. വെള്ളം ഒരു ബക്കറ്റിൽ ഒഴിച്ചാലോ ആ ബക്കറ്റിൻ്റെ ഷേപ്പ് ആവും. വെള്ളം ഒരു ബക്കറ്റിൽ ഒഴിച്ചാൽ എന്താവും? ഒരു ബക്കറ്റിൻ്റെ ഷേപ്പ് ആവും. പാത്രത്തിൽ ഒഴിച്ചാൽ പാത്രത്തിൻ്റെ ഷേപ്പ് ആവും. അതാണ് വെള്ളത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏത് പാത്രത്തിലാണോ അല്ലെങ്കിൽ ഏത് വസ്തുവിലാണോ വെള്ളം ഒഴിക്കുന്നത്, വെള്ളം എന്താവോടാ? ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ഷേപ്പ് ആവും. അപ്പോൾ നോക്കിക്കോ ശ്രദ്ധിച്ച് നോക്കിക്കോട്ടാ. വെൻ വി പോർ വാട്ടർ ഇൻ ടു ഡിഫറെൻറ്റ് വെസൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ പാത്രങ്ങളിൽ ഒഴിക്കുമ്പോൾ എന്താവും? വാട്ടർ ആ ഷേപ്പ് ആവും. ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് ആ ഷേപ്പ് ആവും. അതായത് വാട്ടർ ഡസ് നോട്ട് ഹാവ് ഡിഫൈനൈറ്റ് ഷേപ്പ്, ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് ഒക്കുപ്പൈസ്. വാട്ടർ does not have definite shape, it takes the shape of the കണ്ടെയ്നർ ഇറ്റ് ഒക്കുപ്പൈ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അതായത് വെള്ളത്തിന് കൃത്യമായൊരു ഷേപ്പില്ല അല്ലെങ്കിൽ ആകൃതിയില്ല. ഏത് കണ്ടെയ്നറിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നത്, ആ പാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ആ വെള്ളം ഒക്കുപ്പൈ ചെയ്യും എന്ന് ആലോചിക്കുക. പക്ഷേ ജലത്തിന് ഭാരമുണ്ട് കേട്ടോ. ജലത്തിന് എന്തുണ്ട്? ഭാരമുണ്ട്. ജലം ഭാരമില്ലടാ. നോക്കടാ, നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ച് നോക്ക്. വെയിറ്റ് ഓഫ് ദ വാട്ടർ, അല്ലെങ്കിൽ ജലത്തിന് വെയിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ജലത്തിന് ഭാരമുണ്ട്. നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ വാട്ടർ ബോട്ടിൽ ഫസ്റ്റ് സ്കൂളിൽ രാവിലെ എണീച്ച് പോകുമ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ ഫില്ലാക്കിയിട്ടല്ലേ പോവുക, വാട്ടർ ബോട്ടിലൊക്കെ ഫുള്ള് നിറച്ചിട്ടല്ലേ പോവുക. ആ സമയത്ത് എന്താ, നിങ്ങളുടെ ബാഗ് നല്ല വെയിറ്റ് ആയിരിക്കും അല്ലേ. തിരിച്ചു വരുമ്പോഴാ ആലോചിച്ച് നോക്കിക്കോ, തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വെയിറ്റ് ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താണ്? ആ വാട്ടർ വാട്ടറൊക്കെ നിങ്ങൾ കുടിച്ച് കഴിഞ്ഞ് എല്ലാവരും വെള്ളം കുടിക്കണുണ്ടോ? നല്ലവണ്ണം വെള്ളം കുടിക്കണം. അപ്പോൾ നിങ്ങൾ വാട്ടർ ബോട്ടിൽ ആ വാട്ടറൊക്കെ കുടിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഭാരം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് വെയിറ്റ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ വെള്ളത്തിന് ഭാരമുള്ളത് കൊണ്ടല്ലേടാ അങ്ങനെ നിൽക്കുന്നത്, വെള്ളത്തിന് ഭാരമുള്ളത് കൊണ്ടല്ലടാ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിന് എന്തുണ്ട്? ഭാരമുണ്ട്. വാട്ടർ ഹാസ് വെയിറ്റ്. ഓക്കെ അല്ലേ? വാട്ടർ ഹാസ് വെയിറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ എന്താണ്, രാവിലെ പോകുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടാവും ബാഗ്, പക്ഷേ തിരിച്ചു വരുമ്പോഴോ വെയിറ്റ് ഉണ്ടാവില്ല അല്ലേ. കാരണം എന്താണ്? നമ്മൾ ആ വെള്ളം വാട്ടർ ബോട്ടിലെ വെള്ളം എല്ലാം എന്താണ് നമ്മൾ കുടിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നോക്കടാ, വാട്ടർ ഹാസ് വെയിറ്റ്. വാട്ടറിന് അല്ലെങ്കിൽ വെള്ളത്തിന് ഭാരം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഭാരം അനുഭവപ്പെടുന്നത്. അപ്പോൾ നോക്കടാ, വെള്ളത്തിന് ഭാരമുണ്ട്. വാട്ടർ ഹാസ് വെയിറ്റ് എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വാട്ടർ ഹാസ് വെയിറ്റ് എന്ന് പറഞ്ഞു, പക്ഷേ ജലത്തിന് എന്തില്ല? കൃത്യമായ ആകൃതി ഇല്ല എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അടുത്ത് നോക്കടാ, ജലത്തിന് ശക്തിയുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ജലത്തിന് ശക്തിയുണ്ട്. വാട്ടർ ഹാസ് പവർ. വാട്ടർ ഹാസ് എന്താ? പവർ. വാട്ടർ ഹാസ് പവർ. അല്ലെങ്കിൽ ജലത്തിന് അല്ലെങ്കിൽ വെള്ളത്തിന് ശക്തിയുണ്ട് കേട്ടോ. അതിനൊരു ഉദാഹരണം നോക്കടാ. ഈ കുട്ടി നോക്കടാ, ഒരു ടയർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു കോലിൽ ഇങ്ങനെ ടയർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കടാ, ഒരു ടാപ്പ് നല്ല ഫോഴ്സിൽ ഓൺ ചെയ്ത് വയ്ക്കും. നല്ല ഫോഴ്സിലുള്ള വെള്ളം ഓൺ ചെയ്യുന്ന സമയത്ത് എന്താവും? ഇതിങ്ങനെ തിരിയും. ഈ ചക്രം എന്ത് ചെയ്യും? ഇങ്ങനെ തിരിയും കേട്ടോ. ഇതെന്തുകൊണ്ടാണ്? വെള്ളത്തിൻ്റെ ശക്തി കാരണമാണ് തിരിയുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, വെള്ളത്തിൻ്റെ ശക്തി കാരണം നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുക? നമ്മൾ ഇലക്ട്രിസിറ്റിയൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ പവർ അല്ലെങ്കിൽ ശക്തി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? എല്ലാവരും നോട്ട് ചെയ്ത് വെക്കട്ടെ. ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ട് അല്ലെങ്കിൽ ദ വാട്ടർ ഹാസ് പവർ എന്നുള്ള കാര്യം എന്ത് ചെയ്യടാ? എല്ലാവരും നോട്ട് ചെയ്ത് വെക്കട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കടാ, ദ്രാവകങ്ങളെ കുറിച്ചാണ് കേട്ടോ. ദ്രാവകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ്രാവകങ്ങളിൽ പ്രധാനമായി നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താ പറഞ്ഞാൽ, കൃത്യമായ ആകൃതിയില്ല. നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ ദ്രാവകങ്ങളൊക്കെ ഏതൊക്കെയാണ് നോക്കിക്കോടാ. മണ്ണെണ്ണ, എണ്ണ, വെള്ളം, അതുപോലുള്ള ദ്രാവകങ്ങൾക്കൊക്കെ കൃത്യമായ ആകൃതി ഉണ്ടോ? ഇല്ല അല്ലേ. കൃത്യമായ ആകൃതി ഇല്ല അല്ലേ. പക്ഷേ ഒഴുകുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുക? ദ്രാവകങ്ങൾ എന്ന് പറയുക. അതായത് കൃത്യമായ ആകൃതി ഇല്ലാത്തതും ഒഴുകുന്നതുമായ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുക? ദ്രാവകങ്ങൾ എന്ന് പറയുക. അപ്പോൾ ഒഴുകുന്ന വസ്തുക്കളൊക്കെ എന്താണ്? ദ്രാവകങ്ങളാണ് കേട്ടോ. ഉദാഹരണത്തിന് വെള്ളം, എണ്ണ, മണ്ണെണ്ണ തുടങ്ങിയവയാണ് കേട്ടോ. ഒബ്ജക്റ്റ് ദാറ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒഴുകുക കേട്ടോ. ഒബ്ജക്റ്റ് ദാറ്റ് ഫ്ലോ ആൻഡ് ഹാസ് നോ ഡിഫൈനൈറ്റ് ഷേപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു സോളിഡ്സിൻ്റെ കേസിൽ എന്ത് പറഞ്ഞു? ഹാസ് ഡിഫൈനൈറ്റ് ഷേപ്പാണ്. ഇവിടെ എന്താണ്? ഹാവിങ് നോ ഡിഫൈനൈറ്റ് ഷേപ്പാണ്. അതായത് ഡിഫൈനൈറ്റ് കൃത്യമായ ആകൃതി ഇല്ല അല്ലെങ്കിൽ ഡിഫൈനൈറ്റ് ഷേപ്പ് ഇല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? വാട്ടർ, ഓയിൽ, കെറോസിനാണ് എന്താണ് ഒഴുകുന്നത് അല്ലേ, ദ്രാവകങ്ങൾ അല്ലെങ്കിൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ലിക്വിഡ്സ് നമ്മൾ ഒന്ന് പഠിച്ചു, അതായത് വാട്ടർ, ഒരു ലിക്വിഡാണ് വാട്ടർ. അപ്പോൾ അതുപോലെയാണ് അതുപോലെ വേറെ ലിക്വിഡാണ് വെള്ളം, എണ്ണ, മണ്ണെണ്ണ തുടങ്ങിയ ദ്രാവകങ്ങളാണ് അല്ലെങ്കിൽ ലിക്വിഡ്സ് ആണ് വാട്ടർ, ഓയിൽ, കെറോസിൻ എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ നോക്കടാ, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഖരവസ്തുവിൻ്റെ പൊതു സ്വഭാവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്രാവകങ്ങളുടെ പൊതു സ്വഭാവങ്ങളാണ്. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ്രാവകങ്ങളുടെ പൊതു സ്വഭാവങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നോക്കിക്കോ, ദ്രാവകങ്ങളുടെ ആദ്യമായിട്ട് എല്ലാവരും നോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തറിയോ? കൃത്യമായി, ഞാൻ എപ്പോഴും റിപ്പീറ്റഡായി പറഞ്ഞൊരു സാധനമായിരുന്നു, അതായത് കൃത്യമായ ആകൃതിയില്ല. അതായത് നിശ്ചിത ആകൃതി ഇല്ല അല്ലെങ്കിൽ കൃത്യമായ ആകൃതിയില്ല.
ലിക്വിഡ്സ് ഹാവ് നോ ഡിഫൈനൈറ്റ് ഷേപ്പ്. ലിക്വിഡ്സ് ഹാവ് നോ ഡിഫൈനൈറ്റ് ഷേപ്പ് എന്നുള്ളതാണ് ആദ്യം നോട്ട് ചെയ്യുന്ന പോയിന്റ്. രണ്ടാമത്തെ നോക്കടാ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. എന്താടാ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്ഥിതി ചെയ്യാൻ എന്താടാ, സ്ഥലം ആവശ്യമാണ്. ലിക്വിഡ്സ് ഹാവ് വെയിറ്റ്. അടുത്തത് നോക്കണം, അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, ലിക്വിഡ്സിന് ഭാരമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതായത് ലിക്വിഡ്സിന് എന്തുണ്ട്? സ്പേസ് ഒക്കുപ്പൈ ചെയ്യും. ലിക്വിഡ്സ് എന്ത് ചെയ്യും? സ്പേസ് ഒക്കുപ്പൈ ചെയ്യും. ലിക്വിഡ്സിനും എന്ത് വേണം? സ്ഥലം വേണം. അതായത് സ്ഥലം ഒക്കുപ്പൈ ചെയ്യും. നമ്മൾ വെള്ളം ഒഴിക്കാൻ ബോട്ടിൽ വേണ്ടേ, അതുപോലെ തന്നെ ഒരു നിശ്ചിതമായ സ്പേസ് വേണ്ടേ, അല്ലെങ്കിൽ സ്ഥലം വേണ്ടടാ. അപ്പോൾ ലിക്വിഡ്സ് ഓൾസോ എന്താണ്? നമ്മൾ സോളിഡ്സും അല്ലെങ്കിൽ ഖരവസ്തുവിനും സ്ഥലം ആവശ്യമാണ്. അതുപോലെ തന്നെ ലിക്വിഡ്സിനും എന്താണ്? സ്പേസ് ടു ഒക്കുപ്പൈ, അല്ലെങ്കിൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതുപോലെ തന്നെ നോക്കുക, ലിക്വിഡ്സ് ഹാവ് വെയിറ്റ് എന്നുള്ള കാര്യവും ആലോചിക്കുക. അതായത് ദ്രാവകങ്ങൾക്ക് ഭാരമുണ്ട്, അല്ലെങ്കിൽ ലിക്വിഡ്സിന് എന്തുണ്ടാ? ഭാരമുണ്ട്, അല്ലെങ്കിൽ ലിക്വിഡ്സ് ഹാവ് വെയിറ്റ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? എല്ലാവരും ആലോചിക്കുക. പിന്നെ പ്രധാനപ്പെട്ടൊരു ഇമ്പോർട്ടൻ്റ്, അതായത് അതിനെ ലിക്വിഡ് ആക്കുന്ന, ഒരു വസ്തുവിനെ ലിക്വിഡ് ആക്കുന്നത് അല്ലെങ്കിൽ ദ്രാവകമാക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ദ്രാവകങ്ങൾ ഒഴുകുന്നു, ദേ ക്യാൻ ഫ്ലോ എന്നുള്ള കാര്യം ആലോചിക്കുക. ദ്രാവകങ്ങൾ ഒഴുകുന്നു അല്ലെങ്കിൽ ദേ ക്യാൻ ഫ്ലോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ ആലോചിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, എല്ലാവരും നോട്ട് ചെയ്തോ. ഒന്നാമത്തെ നോക്കുക, നിശ്ചിതമായിട്ടുള്ള ആകൃതിയില്ല, കൃത്യമായിട്ടുള്ള ഷേപ്പില്ല, അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ആകൃതിയില്ല. രണ്ടാമത്തെ നോക്ക്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ, സ്പേസ് വേണം അല്ലേ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, ഒരു നിശ്ചിത സ്ഥലം വേണം അല്ലെങ്കിൽ സ്പേസ് വേണം എന്നുള്ള കാര്യവും ആലോചിച്ച് വെക്കുക. മൂന്നാമത്തെ നോക്കടാ, ദ്രാവകങ്ങൾക്ക് ഭാരമുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ദ്രാവകങ്ങൾക്ക് ഭാരമുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ദ്രാവകങ്ങൾക്ക് ഭാരമുണ്ട്. അടുത്ത് നോക്കടാ, ദ്രാവകങ്ങൾ ഒഴുകുന്നു. ദ്രാവകങ്ങൾ എന്താ? ഒഴുകുന്നു. അപ്പോൾ ഖരവസ്തുക്കളിൽ നിന്ന് ദ്രാവകങ്ങളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ദ്രാവകങ്ങൾ ഒഴുകാൻ കഴിയുന്നവയാണ് ദ്രാവകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഒഴുകാൻ കഴിയുന്നവയാണ് നമ്മുടെ ദ്രാവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, ഇംഗ്ലീഷ് നോക്കിക്കോടാ. ലിക്വിഡ്സ് ഹാവ് നോ ഡിഫൈനൈറ്റ് ഷേപ്പ്. ലിക്വിഡ്സ് ഹാവ് നോ ഡിഫൈനൈറ്റ് ഷേപ്പ്, അതായത് കൃത്യമായ ആകൃതി ഇല്ല എന്നാണ് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ, ലിക്വിഡ് ഹാവ് വെയിറ്റ്, അതായത് ഭാരമുണ്ട് അല്ലേ, വെയിറ്റ് ഉണ്ട്, ഭാരമുണ്ട് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ട്. ലിക്വിഡ്സിന് എന്തുണ്ടാ? ഭാരമുണ്ട് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ട്. മൂന്നാമത്തെ നോക്കാം, ലിക്വിഡ് നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ, അതായത് ലിക്വിഡ്സിന് നിലനിൽക്കാൻ എന്താണ്? സ്പേസ് ആവശ്യമാണ്. ലിക്വിഡ്സിന് നിലനിൽക്കാൻ എന്താണ്? സ്പേസ് ആവശ്യമാണ്, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്. ലിക്വിഡ്സ് നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. അടുത്ത് നോക്കണം, നാലാമത്തെ പോയിന്റ് നോക്ക്, ദേ ക്യാൻ ഫ്ലോ, അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒഴുകാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പോയിന്റ്സ് എല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാറ്റ് അല്ലെങ്കിൽ വിൻഡിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ ചലിക്കുന്ന വായുവിനെയാണ് എന്ത് പറയുക? കാറ്റ് എന്ന് പറയാം കേട്ടോ. ചലിക്കുന്ന വായുവിനെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയാം കേട്ടോ. വായു ഇങ്ങനെ ചലിക്കുന്നതിന് നമ്മൾ കാറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മൂവിങ് എയർ ഇസ് കോൾഡ് വിൻഡ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കുക. ഓക്കെ അല്ലേ? നോക്കടാ, നമ്മളിങ്ങനെ വായുവിൻ്റെ ചലനം മനസ്സിലാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. വായുവിൻ്റെ ചലനം എങ്ങനെയാണ്, എപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ കഴിയുക എന്ന് നോക്കിയാലോ. നമ്മുടെ വീട്ടിൽ ബിരിയാണി അതുപോലെ നല്ല ഭക്ഷണമൊക്കെ വെക്കുമ്പോൾ നമുക്ക് അടുക്കളയിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഹാളിലൊക്കെ മണം വരില്ലടാ. എങ്ങനെയാണ് വരിക അറിയോ? അതായത് എങ്ങനെയാണ് വരിക അറിയോടാ? നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ മണമല്ലേ, സ്മെൽ, ഭക്ഷണത്തിൻ്റെ സ്മെല്ല് എന്ത് ചെയ്യും? വായുവുമായിട്ട് അലിഞ്ഞു ചേരും. എന്തായാലും വായുവുമായിട്ട് അലിഞ്ഞു ചേരും. അപ്പോൾ വായു ഇങ്ങനെ ചലിക്കുന്നതുകൊണ്ടേ, നമ്മൾ ആ വായു ഇങ്ങനെ ചലിച്ച് എന്ത് ചെയ്യും? അടുക്കളയിലുള്ള വായു എന്ത് ചെയ്യടാ? നേരെ ഹാളിലെത്തും. ഇങ്ങനെ ചലിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് നമുക്ക് മണം കിട്ടുന്നത്, അല്ലെങ്കിൽ സ്മെല്ല് കിട്ടുന്നത്, അല്ലെങ്കിൽ ഗന്ധം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ദൂരെ നിന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിരിയാണിയൊക്കെ വെച്ചാൽ അമ്മ അടുക്കളയിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് സ്മെല്ല് കിട്ടും അല്ലേ? അത് വെക്കുമ്പോൾ തന്നെ നമുക്ക് സ്മെല്ല് കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ മണം അല്ലെങ്കിൽ സുഗന്ധം അല്ലെങ്കിൽ ഗന്ധം എന്ത് ചെയ്യടാ? നമ്മൾ വായുവുമായിട്ട് അലിഞ്ഞു ചേർന്നിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എയർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മൂവിങ് എയറിൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ അലിഞ്ഞു ചേർന്ന് നമ്മുടെ മൂക്കിലെത്തും, നമ്മുടെ നോസിലെത്തും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? ഈ മണമെല്ലാം മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മണമൊക്കെ മനസ്സിലാക്കുന്നു. നോക്കടാ, ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, പെർഫ്യൂംസ്, ഫുഡ് എക്സെട്ര മിക്സസ് വിത്ത് എയർ ആൻഡ് സ്പ്രെഡ് ഓൾ അറൗണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ മണം അല്ലെങ്കിൽ ഗന്ധം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗന്ധം അത് ഫ്ലവേഴ്സിൻ്റെ, പൂക്കളുടെയും അതുപോലെ തന്നെ പെർഫ്യൂമിൻ്റെയും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളിലേക്ക് എന്താണ് മണം എന്ത് ചെയ്യടാ? എയറുമായിട്ട് മിക്സ് ആവും. എയറുമായിട്ട് മിക്സ് ആയിട്ട് എന്ത് ചെയ്യടാ? നമ്മുടെ ചുറ്റും ആകെ എന്ത് ചെയ്യും? സ്പ്രെഡ് ആവും കേട്ടോ, ഫുള്ള് സ്പ്രെഡ് ആവും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മണം കിട്ടുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അന്തരീക്ഷത്തിലെ വായു നമുക്ക് മനസ്സിലാവണമെങ്കിൽ, അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ, മണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം അന്തരീക്ഷത്തിലെ വായു, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ എയർ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എങ്ങനെ മനസ്സിലാവും? നല്ല ശക്തമായ കാറ്റുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലേ? നമ്മൾ മലൻ്റെ മേലെയൊക്കെ പോയിരിക്കുമ്പോൾ നല്ല ശക്തിയായിട്ട് കാറ്റടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ? കാറ്റിങ്ങനെ പോകും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ? ശക്തമായിട്ട് കാറ്റടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അല്ലാത്ത സമയത്ത് നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല. എയർ മൂവ് ചെയ്യുന്നുള്ള കാര്യം ഒന്നും ചെയ്യില്ല, അല്ലാത്ത സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ശക്തമായിട്ട് കാറ്റടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അന്തരീക്ഷത്തിലെ വായു എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും?
എന്ത് ചെയ്യാൻ പറ്റും, അനുഭവപ്പെടാൻ പറ്റും. ഓക്കെ അല്ലേ? അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് എയറിൻ്റെ അല്ലെങ്കിൽ വായുവിൻ്റെ പ്രയോജനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കുറേയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആദ്യമായിട്ട് നമുക്ക് ശ്വസിക്കാൻ വായു വേണം അല്ലേ? നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ശ്വസിക്കാൻ വായു വേണം. നമുക്ക് ശ്വസിക്കാൻ ആദ്യമായിട്ട് വായു വേണം. ടു ബ്രീത്ത്, ശ്വസിക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ടൊരു വായു വേണം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി, നമ്മൾ കാറ്, ബൈക്കിൻ്റെയൊക്കെ ടയറിൽ നമ്മൾ കാറ്റ് നിറയ്ക്കണ്ടേ, ഇൻഫ്ലേറ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ടു ഫിൽ എയർ ഇൻ ദ ടയേഴ്സ് ഓഫ് ദ വെഹിക്കിൾസ് എന്ന് പറയുന്നത്, വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റ് നിറയ്ക്കാൻ നമുക്ക് എന്ത് വേണം, വായുവിൻ്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ പട്ടങ്ങളും വിമാനങ്ങളും പറത്താൻ, എല്ലാവരും പട്ടങ്ങളൊക്കെ പറത്തിയിട്ടുണ്ടാവില്ല, എൻ്റെ മക്കളെല്ലാവരും പട്ടങ്ങളെല്ലാം പറത്തിയിട്ടുണ്ടാവില്ലടാ. അപ്പോൾ ഈ പട്ടങ്ങളൊക്കെ പറത്താൻ എന്ത് വേണം, നമ്മൾ വായു ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഈ പട്ടവും അതുപോലെ തന്നെ വിമാനങ്ങളൊക്കെ പറത്താൻ വായു ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അല്ലേ, വായുവിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കും. പല രീതിയിലും ജലത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കും. അതേപോലെ തന്നെ വായുവിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കും, ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഈ സാധനം കണ്ടിട്ടില്ലേ, വിൻഡ് മില്ല് കണ്ടിട്ടില്ലടാ, വിൻഡ് മില്ല്. അപ്പോൾ ഇതുമൂലമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ കാറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. കാറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് നോക്കടാ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാഹനങ്ങളുടെ ടയർ നിറയ്ക്കാൻ പറ്റും അല്ലേ, ടു ഫിൽ എയർ ഇൻ ദ ടയേഴ്സ് ഓഫ് വെഹിക്കിൾ, അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പട്ടങ്ങളും വിമാനങ്ങളും പറത്താൻ കഴിയും അല്ലേ. വി ക്യാൻ ഫ്ലൈ കൈറ്റ്സ് ആൻഡ് എയർപ്ലെയിൻസ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട്, കത്താൻ സഹായിക്കുന്നു അല്ലേ. കത്തിക്കാനായിട്ട് അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്നതാണ് നമ്മുടെ വായു എന്ന് പറയുന്നത്. വായു ഉണ്ടെങ്കിലേ കത്താൻ പറ്റുള്ളൂ അല്ലേ. ഹെൽപ്സ് ഇൻ ബേണിംഗ്. കത്തണമെങ്കിൽ എന്ത് വേണം, വായു വേണം. വായു ഉണ്ടെങ്കിലേ നമുക്ക് കത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഹെൽപ്സ് ഇൻ ബേണിംഗ്. കത്തിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് വായുവിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഹെൽപ്സ് ഇൻ ബേണിംഗ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്ത് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് നോക്കടാ. അടുത്ത് ഡ്രൈ ക്ലോത്ത്സ് അല്ലേ, എല്ലാവർക്കും അറിയാലേ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഉണക്കാൻ എന്ത് വേണം, വായു വേണം. ടു ഡ്രൈ ക്ലോത്ത്സ് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഉണക്കാൻ എന്ത് വേണം, വായു വേണം. ഓക്കെ അല്ലേ? അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വായുവിലെ ജലം അല്ലെങ്കിൽ വാട്ടർ ഇൻ എയർ ആണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അത് നോക്കടാ, ഒരു ഗ്ലാസ് ടംബ്ലർ എടുക്കുക, അതിൽ നോക്കടാ ഐസ് കഷ്ണങ്ങൾ ഇടുക. നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് എടുത്തു അല്ലേ, ഒരു ടംബ്ലർ എടുത്തു, ഒരു ഗ്ലാസ് ടംബ്ലർ എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്തിട്ടു, കുറേ ഐസ് കഷ്ണങ്ങൾ ഇട്ടു അല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിക്കാൻ പോകുന്നത് വായുവിലെ ജലമാണ് അല്ലേ. നമ്മൾ ശ്വസിക്കുന്ന വായുവിലൊക്കെ ജലത്തിൻ്റെ അംശം ഉണ്ടടാ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിനൊരു ചെറിയ എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നോക്കണം, നമ്മളൊരു ഗ്ലാസ് ടംബ്ലർ എടുത്തിട്ട് എന്ത് ചെയ്തു, അവിടെ കുറച്ച് ഐസ് കഷ്ണങ്ങൾ ഇട്ടു അല്ലേ. അവിടെ ഗ്ലാസ് ടംബ്ലർ ഇട്ട് ഐസ് കഷ്ണങ്ങൾ ഇടുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് നേരം കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിന് ചുറ്റും ചെറിയ ഇങ്ങനെ മോളിക്യൂൾസ് ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും വെള്ളത്തിൻ്റെ അംശം. ഓക്കെ അല്ലേ. ചെറിയ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ഗ്ലാസ്സിൻ്റെ പുറത്ത് എന്ത് ചെയ്യും, ചെറിയ ഇങ്ങനെ തുള്ളികളായിട്ട് ഉണ്ടാവും, ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും. കാരണം എന്താണ്, വായുവിൽ എയർ ഉള്ളത്, അതുപോലെ വായുവിൽ ജലമുള്ളത് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. വായുവിൽ ജലമുള്ള കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എൻ്റെ മക്കളെ അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ വാട്ടർ വേപ്പർ ഉണ്ട് നമ്മുടെ വായുവിൽ ജലത്തിൻ്റെ അംശമുണ്ട് അല്ലെങ്കിൽ ജലബാഷ്പമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടംബ്ലറിൽ ഐസ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് നോക്ക് ഇതിൻ്റെ പുറത്ത് മൊത്തം ഇങ്ങനെ ആവില്ല. നിങ്ങൾ ഇട്ട് നോക്കിയാൽ മതി കേട്ടോ. കുറച്ച് ഐസ് എടുത്തിട്ട് ഒരു ഗ്ലാസ് ടംബ്ലർ ഇട്ട് അതിൻ്റെ ചുറ്റും ഗ്ലാസിൻ്റെ പുറത്ത് ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും കേട്ടോ. ചെറിയ ഡ്രോപ്ലെറ്റായി ഗ്ലാസിന് ചുറ്റും ഉണ്ടാവും. അത് വായുവിലെ ജലമാണ് കേട്ടോ. അല്ലെങ്കിൽ വായുവിൻ്റെ ജലബാഷ്പം ഉള്ളത് കൊണ്ടാണ് ഇത് തണുക്കുന്ന സമയത്ത് എന്താവുന്നത്, ആ വെള്ളത്തുള്ളികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്ത് ചെയ്യുക, വായുവിൽ ജലകണികളുണ്ട് അല്ലെങ്കിൽ എയർ കണ്ടെയ്ൻസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്നുള്ള കാര്യം എൻ്റെ മക്കൾ ഓർത്തിരിക്കുക. വായുവിൽ എന്തുണ്ടാ, ജലകണികളുണ്ട് അല്ലെങ്കിൽ എന്താ, എയർ കണ്ടെയ്ൻസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണ്, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. എയർ റിക്വയർസ് സ്പേസ് ടു ഒക്കുപ്പൈ അപ്പോൾ വായുവിന് സ്ഥിതി ചെയ്യാൻ എന്തുണ്ട്, സ്ഥലം ആവശ്യമാണ്. അതുപോലെ തന്നെ നോക്കുക, എയർ റിക്വയർ സ്പേസ് ടു ഒക്കുപ്പൈ. എന്താണ് എയർ റിക്വയർ സ്പേസ് ടു ഒക്കുപ്പൈ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എല്ലാവരും ഓർത്തിരിക്കുക. ഒരു എക്സ്പെരിമെൻറ്റും പറയുന്നുണ്ട്. നോക്കടാ, ഒരു ടംബ്ലറിൽ ഒരു ചെറിയ ഫുൾ വെള്ളം ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ചെറിയ യെല്ലോ കളറോ ഏത് ഇഷ്ടമുള്ള കളർ ബോൾ ഇടുക. എന്നിട്ടൊരു ചെറിയ ഗ്ലാസ് എടുക്കുക. ഇതുപോലൊരു ഗ്ലാസ് എടുത്ത് എന്ത് ചെയ്യുക, ആ ബോളിനെ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ആ ഗ്ലാസ്സിനുള്ളിലേക്ക് ആക്കുക. അപ്പോൾ നോക്കടാ, ഇവിടെ വെള്ളം നിറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ഫ്രീ സ്പേസ് ആണ്, ഇവിടെ വെള്ളമില്ല.
ഇവിടെ ഫ്രീ സ്പേസ് ആണ്, ഇവിടെ വെള്ളമില്ല. കാരണം എന്താണ്, അവിടെ എയർ ഉണ്ട്. അവിടെ എന്തുണ്ട്, വെള്ളത്തിന് പകരം എയർ ഉണ്ട്. അപ്പോൾ എയറിന് എന്ത് വേണടാ, എയറിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, എക്സ്പെരിമെൻറ്റ് ഒന്നുകൂടെ പറയടാ. നോക്കടാ, ഒരു വാട്ടർ ടംബ്ലർ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം നിറയ്ക്കാം. അതിൽ വെള്ളം നിറച്ചിട്ട് ഒരു ബോൾ ഇടുക, 1-2 ബോൾ ഇട്ടിട്ട് എന്ത് ചെയ്യുക, അതൊരു ഗ്ലാസ് എടുക്കുക, ഗ്ലാസ് ടംബ്ലർ, നേരത്തെ എടുത്ത പോലത്തെ ഒരു ഗ്ലാസ് ടംബ്ലർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ബോളിനെ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ അതിനുള്ളിലേക്ക് ആക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ആ ബോൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും, ഇങ്ങനെ മേലെ വന്ന് പാറിക്കിടക്കുന്നത് കാണാൻ പറ്റും. കാരണം എന്താണ് നോക്കണം, അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ എന്തായിരിക്കും, ഈ സ്ഥലം നോക്കി, ഈ ഭാഗം മാത്രം എന്ത് വെള്ളത്താൽ നിറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇതിന് മുകളിലുള്ള സ്ഥലമോ അവിടെ എയർ ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ വെള്ളം നിൽക്കാത്തത്, അവിടെ എയർ ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്. അവിടെ എന്ത് ചെയ്യുന്നു, ജലം ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്, അവിടെ എയർ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. അതായത് എയർ റിക്വയർ സ്പേസ് ടു ഒക്കുപ്പൈ, അതായത് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ ഓർത്തിരിക്കുക. അടുത്ത് നോക്കടാ, വായുവിൻ്റെ ആകൃതി നേരത്തെ നമ്മൾ ജലത്തിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ ദ്രാവകങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെയാണ്. വായുവിന് എന്തില്ലടാ, വായുവിന് എന്തില്ല, കൃത്യമായ ഒരു ആകൃതിയില്ല. വായുവിന് എന്തില്ല, ഒരു കൃത്യമായ ആകൃതിയില്ല. അതായത് നിശ്ചിതമായ ഒരു ആകൃതി ഇല്ലാത്തതാണ് വായു എന്ന് പറയുന്നത് കേട്ടോ. വായുവിന് എന്തുണ്ട്, നിശ്ചയമായ ആകൃതി ഇല്ലാത്തതാണ് നമ്മൾ എന്ത് പറയുന്നത്, വായു എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത് നോക്കണം, അപ്പോൾ നിശ്ചയമായ കൃത്യമായ ആകൃതിയിൽ ഏതിലാണോ നമ്മൾ നിറയ്ക്കുന്നത് അതിൻ്റെ ആകൃതിയാവും. ഏതിലാണെന്ന് ജലത്തിനെ പോലെ തന്നെയാണ്, ദ്രാവകങ്ങളെ പോലെ തന്നെയാണ്, ഏതിലാണെന്ന് നിറയ്ക്കുന്നത് അതിൻ്റെ ആകൃതിയിലേക്ക് വായു മാറും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ ആലോചിച്ച് വയ്ക്കുക. അടുത്ത് നോക്കടാ, ശ്രദ്ധിച്ച് നോക്കിക്കോ, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കോ. നോക്കടാ, വായുവിന് ഭാരമുണ്ട്. പല ആൾക്കാരും വിചാരിക്കും അല്ലേ, വായു ഭയങ്കര ലൈറ്റ് അല്ലേ, വായുവിന് ഭാരമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വായുവിന് ഭാരമുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, വൃത്തിക്ക് ആലോചിക്കുക. അതുകൊണ്ടാണ് നമ്മളില്ല ബലൂണൊക്കെ കൂടുന്ന സമയത്ത് കുറേ ഊതി എന്ത് ചെയ്യും, അത് പൊട്ടും അല്ലേ. അതെന്ത് കാരണമാണ്, വായുവിൻ്റെ ഭാരം കാരണമാണ് അത് പൊട്ടുന്നത് കേട്ടോ. വായുവിൻ്റെ ഭാരം കാരണമാണ് എന്ത് പൊട്ടുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, വായുവിൻ്റെ ഭാരം കാരണമാണ് പൊട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, എയർ ഹാസ് വെയിറ്റ്, അല്ലെങ്കിൽ വായുവിന് ഭാരമുണ്ട് എന്നുള്ള കാര്യം എന്തുണ്ടാ നമുക്ക് പറയാൻ പറ്റും കേട്ടോ, നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വായുവിന് ഭാരമുണ്ട് കേട്ടോ, എയർ ഹാസ് വെയിറ്റ് എന്നുള്ള കാര്യവും ആലോചിച്ച് വയ്ക്കുക. അടുത്ത് നോക്കടാ, എയർ എക്സിസ്റ്റ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ വായു വാതകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വായു വാതകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വാതകാവസ്ഥയിലാണ് നമ്മുടെ വായു സ്ഥിതി ചെയ്യുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും എന്ത് ചെയ്യുക, എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. വായു വാതകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ എയർ എക്സിസ്റ്റ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്നുള്ള കാര്യവും ആലോചിച്ച് വെക്കുക. അടുത്ത് നോക്കടാ, വാതകങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ നോക്കിയാൽ നമുക്ക് ഇനി വാതകങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഖരവസ്തുവിൻ്റെ പൊതു സ്വഭാവങ്ങൾ പറഞ്ഞു, ദ്രാവകങ്ങളുടെ പറഞ്ഞു. ഇനി പറയാനുള്ളത് ഗ്യാസ് അല്ലെങ്കിൽ വാതകങ്ങളുടെ പൊതു സ്വഭാവങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് മലയാളത്തിൽ നോക്കാം, നിശ്ചിതമായ ആകൃതിയില്ല, കൃത്യമായ ഒരു ആകൃതിയില്ല. നേരത്തെ പറഞ്ഞു അല്ലേ, കൃത്യമായ ഒരു ആകൃതിയില്ല അല്ലേ. രണ്ടാമത്തെ നോക്കടാ, ഭാരമുണ്ട് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ബലൂണൊക്കെ പൊട്ടുന്ന കാരണം അതാണ്. മൂന്നാമത്തെ നോക്കടാ, സ്വതന്ത്രമായി ചലിക്കുന്നു. അത് ഞാൻ പറഞ്ഞു അല്ലേ, സ്വതന്ത്രമായി ചലിക്കാനൊരു കഴിവുണ്ട്. മൂവ് ഫ്രീലി, എങ്ങോട്ട് വേണമെങ്കിൽ പോകാമല്ലോ. നമ്മുടെ എയർ എങ്ങനെയാണ്, ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ, സ്വതന്ത്രമായി ചലിക്കുന്നു. അടുത്ത് നോക്കടാ, സ്ഥിതി ചെയ്യാൻ എന്തുണ്ട്, സ്ഥലം ആവശ്യമുണ്ട്. സ്ഥിതി ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം ആവശ്യമുണ്ട്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എല്ലാവരും ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കിയോ, നോ ഡിഫൈനൈറ്റ് ഷേപ്പ്, ഇത് തന്നെയാണ് കേട്ടോ, നോ ഡിഫൈൻ, കൃത്യമായ ആകൃതിയില്ല, നോ ഡിഫൈനൈറ്റ് ഷേപ്പ്. അടുത്ത് നോക്കടാ, ഹാസ് വെയിറ്റ്, ഭാരമുണ്ട്. ഭാരമുണ്ട്. അതുപോലെ തന്നെ നോക്കുക, മൂവ് ഫ്രീലി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വതന്ത്രമായി ചലിക്കാൻ സാധിക്കുന്നു. അടുത്ത് നോക്കടാ, നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ, അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ ഓർത്തിരിക്കുക. അടുത്ത് നോക്കണം, ആദ്യമായി നമുക്ക് ഇനി എല്ലാം നമ്മൾ പഠിച്ചു അല്ലേ, ഏതൊക്കെ പഠിച്ചു, ഖരവസ്തു പഠിച്ചു, ദ്രാവകങ്ങൾ പഠിച്ചു, അതുപോലെ തന്നെ വാതകങ്ങൾ പഠിച്ചു അല്ലേ, സോളിഡ് പഠിച്ചു, ലിക്വിഡ് പഠിച്ചു, ഗ്യാസ് പഠിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ്, സവിശേഷതകൾ ഞാനൊരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ സവിശേഷതകൾ ഈസിയായി പഠിക്കാൻ വേണ്ടി ഒരു ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും നോക്കിക്കോ. ഞാൻ എല്ലാം ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്, എന്നാലും എന്ത് ചെയ്യുക, ഒരു കൃത്യമായ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ടേബിൾ നോക്കുക, സവിശേഷത അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ഖരവസ്തു, ദ്രാവക വസ്തു, അല്ലെങ്കിൽ ലിക്വിഡ്, അല്ലെങ്കിൽ വാതകം, അല്ലെങ്കിൽ ഗ്യാസ്, ഇങ്ങനെയാണ് നമ്മുടെ ടേബിൾ വരുന്നത്. ആദ്യമായിട്ട് ആകൃതി നോക്കിയാലോ, ഷേപ്പ് നോക്കുക. ഖരവസ്തുവിന് നോക്കണം, ആദ്യമായിട്ട് ഖരവസ്തുവിന് നോക്കാം. കൃത്യമായ ആകൃതിയുണ്ട്, നേരത്തെ പറഞ്ഞു അല്ലേ, ഹാസ് ഡിഫൈനൈറ്റ് ഷേപ്പ്, കൃത്യമായ ആകൃതിയുണ്ട്, ഹാസ് ഡിഫൈനൈറ്റ് ഷേപ്പ്. അപ്പോൾ ഖരവസ്തുവിന് കൃത്യമായ ആകൃതിയുണ്ട്, ഹാസ് ഡിഫൈനൈറ്റ് ഷേപ്പ്. അടുത്ത ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകത്തിനോ നിശ്ചിത ആകൃതിയില്ല, നോ ഡിഫൈനൈറ്റ് ഷേപ്പ്. എന്താണ് നിശ്ചിത ആകൃതിയില്ല, നോ ഡിഫൈനൈറ്റ് ഷേപ്പ്. അടുത്ത് നോക്കടാ, വാതകത്തിന് നോക്കടാ, നിശ്ചിത ആകൃതിയില്ല, നോ ഡിഫൈനൈറ്റ് ഷേപ്പ് അല്ലേ. വാതകത്തിനും നിശ്ചിത ആകൃതിയില്ല, അതുപോലെ തന്നെ ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡിനും നിശ്ചിത ആകൃതിയില്ല.
നിശ്ചിതാകൃതിയില്ല, ഗ്യാസിനും നിശ്ചിതാകൃതിയില്ല, ലിക്വിഡിനും നിശ്ചിതാകൃതിയില്ല. പക്ഷേ സോളിഡ് അല്ലെങ്കിൽ ഖരവസ്തുവിന് എന്തുണ്ട്, കൃത്യമായ ആകൃതിയുണ്ട്, അല്ലെങ്കിൽ ഹാസ് ഡിഫൈനൈറ്റ് ഷേപ്പ് എന്നുള്ള കാര്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ് പഠിച്ചോട്ടെ, എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ് പഠിച്ചോ, എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ് പഠിക്കുക. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ് പഠിക്കുക. അപ്പോൾ ഇപ്പം തന്നെ പഠിക്കും. ഇനി വീട്ടിൽ പോയി പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, സെപ്പറേറ്റ് പഠിക്കേണ്ട ഉണ്ടാവില്ല. എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ, എല്ലാവർക്കും ഇപ്പം തന്നെ പഠിക്കാൻ പറ്റും കേട്ടോ. അത് നോക്കടാ, അടുത്ത് നോക്ക് ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എന്നുള്ള കാര്യം നോക്ക്. വെയിറ്റ് എന്തുണ്ട്, എല്ലാത്തിനും ഭാരമുണ്ട് അല്ലേ, മൂന്നെണ്ണത്തിനും ഭാരമുണ്ട് അല്ലേ. ഖരവസ്തുവിന് ഭാരമുണ്ട്, ഹാസ് വെയിറ്റ്. അതുപോലെ തന്നെ ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡിന് ഭാരമുണ്ട്, ഹാസ് വെയിറ്റ്, അതിനും ഭാരമുണ്ട് നോക്കടാ. അതുപോലെ തന്നെ ഗ്യാസ് അല്ലെങ്കിൽ വാതകത്തിനും ഭാരമുണ്ട്. ഞാൻ പറഞ്ഞു 3 വസ്തുവിനും, ഖരവസ്തുവിനും ദ്രാവക വസ്തുവിനും വാതക വസ്തുവിനും ഭാരമുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഹാസ് വെയിറ്റ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് കേട്ടോ, ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ, നോട്ട് ചെയ്ത് പഠിക്കണം. അടുത്ത് നോക്കടാ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അടുത്ത് നോക്ക്, ഖരവസ്തു നോക്കടാ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ. നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ നോക്കടാ, ദ്രാവകത്തിൽ നോക്കുക, അതേപോലെയാണ് അല്ലേ, സ്ഥലം ആവശ്യമാണ്. അതുപോലെ തന്നെ വാതകത്തിൽ നോക്കടാ, സ്ഥലം ആവശ്യമാണ് നോക്കടാ. അപ്പോൾ മൂന്നിനും എന്താണ്, നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ ആണ്, നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ. മൂന്നിനും എന്ത് ചെയ്യണം, അതായത് നിലനിൽക്കാനായിട്ട് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് മൂന്നിനും എന്ത് വേണം, സ്ഥലം ആവശ്യമാണ്. അതായത് ഖരവസ്തുവിനും സ്ഥലം ആവശ്യമാണ്, അല്ലെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസിനും സ്ഥലം ആവശ്യമാണ്, ലിക്വിഡിനും സ്ഥലം ആവശ്യമാണ്, അതുപോലെ തന്നെ ഗ്യാസിനും സ്ഥലം ആവശ്യമാണ്, ഖരവസ്തുവിനും സ്ഥലം ആവശ്യമാണ്, ദ്രാവകത്തിനും സ്ഥലം ആവശ്യമാണ്, വാതകത്തിനും സ്ഥലം ആവശ്യമാണ്. നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ, മൂന്നിനും സ്ഥലം ആവശ്യമാണ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അടുത്ത് നോക്ക്, സ്വാതന്ത്ര്യ ചലനം അല്ലേ, സ്വാതന്ത്ര്യമായി ചലിക്കാനുള്ള കഴിവ് നോക്കടാ, ആർക്കൊക്കെയാണ് ഉള്ളത് നോക്കടാ. അടുത്ത് നോക്ക്, ഖരവസ്തുവിന് പറ്റുമോടാ, സ്വതന്ത്രമായി ചലിക്കാൻ പറ്റുമോ അല്ലേ, സ്വതന്ത്രമായി ചലിക്കാൻ പറ്റുമോ, ഖരവസ്തുവിനെ ആലോചിച്ച് നോക്ക് നിങ്ങൾ, സ്വതന്ത്രമായി ചലിക്കാൻ പറ്റുമോ, ഒരു ബോളോ അല്ലെങ്കിൽ ഒരു ബുക്കിന് സ്വതന്ത്രമായി ചലിക്കാൻ പറ്റും. നമ്മളിവിടെ ബുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്ക് അപ്പുറത്ത് പോയി നിൽക്കുമോ, ഇല്ല അല്ലേ, അപ്പുറത്ത് നടന്നു പോവോ, നിങ്ങളൊരു ബുക്ക് ഒരു സ്ഥലത്ത് വെച്ചാൽ അപ്പുറത്ത് നടന്നു പോവോ, പോവില്ല അല്ലേ, നമ്മൾ എടുത്ത് വെച്ചാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, പോവുള്ളൂ. അപ്പോൾ നോക്കടാ, നമ്മുടെ സോളിഡ് അല്ലെങ്കിൽ ഖരവസ്തുവിന് സ്വതന്ത്രമായി ചലിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ദ്രാവക വസ്തു നോക്കടാ, ആ ക്യാൻ മൂവ് എന്നുള്ള കാര്യം അല്ലേ, അവർക്ക് സ്വതന്ത്രമായി ചലിക്കാൻ പറ്റും അല്ലേ, മൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, വെള്ളം ഒഴുകുന്നല്ല, ഫ്ലോയിങ് അല്ല, അപ്പോൾ മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോക്കടാ, ഗ്യാസ് അല്ലെങ്കിൽ വാതകത്തിന് എന്താണ്, മൂവ് ചെയ്യാൻ പറ്റും, ക്യാൻ മൂവ് അല്ലേ, ക്യാൻ മൂവ് അല്ലെങ്കിൽ സ്വതന്ത്രമായി ചലിക്കാൻ സാധിക്കുന്നു. അപ്പോൾ സാർ ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. അതായത് നമ്മുടെ ഖരവസ്തു അല്ലെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസിന് എന്തൊക്കെയാണ്, സോളിഡ് സബ്സ്റ്റൻസ് ഖരവസ്തു നോക്കടാ, കൃത്യമായ ആകൃതിയുണ്ട്, അതുപോലെ തന്നെ ഭാരമുണ്ട്, കൃത്യമായ ആകൃതിയുണ്ട്, ഹാസ് ഡിഫൈനൈറ്റ് ഷേപ്പ്, അതുപോലെ തന്നെ ഭാരമുണ്ട്, ഹാസ് വെയിറ്റ്, അതുപോലെ തന്നെ നോക്കടാ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ, സ്ഥലം ആവശ്യമാണ്, നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ. അതുപോലെ തന്നെ എന്താണ്, സ്വതന്ത്രമായി ചലനത്തിന് സാധ്യമല്ല, കാൺ മൂവ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക കേട്ടോ, സ്വതന്ത്രമായി ചലനത്തിന് സാധ്യമല്ല, കാൺ മൂവ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. അടുത്ത് നോക്കടാ, ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്, ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കടാ, ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ് നോക്കടാ, അതായത് നിശ്ചിത ആകൃതിയില്ല, നോ ഡിഫൈനൈറ്റ് ഷേപ്പ് ആണ്, നിശ്ചിത ആകൃതിയില്ല, നോ ഡിഫൈനൈറ്റ് ഷേപ്പ്. അടുത്ത് നോക്കടാ, ഭാരമുണ്ട്, ഹാസ് വെയിറ്റ്, അടുത്ത് നോക്കടാ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ. അടുത്ത് നോക്കടാ, സ്വതന്ത്ര ചലനം, അതുപോലെ സ്വതന്ത്രമായി ചലിക്കാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ സാധിക്കുന്നു, സ്വതന്ത്രമായി ചലനം അല്ലെങ്കിൽ ഫ്രീ മൂവ്മെൻറ്റിന് പോസിബിൾ ആണ്, സ്വതന്ത്രമായി ചലിക്കാൻ സാധിക്കുന്നു, അതുപോലെ ക്യാൻ മൂവ്. അതുപോലെ തന്നെ വാതകത്തിൽ നോക്കടാ, വാതകത്തിന് ശ്രദ്ധിച്ച് കേട്ടോ, നോക്കിക്കോ. അതുപോലെ തന്നെ വാതകത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, നിശ്ചിതമായിട്ടുള്ളൊരു ആകൃതിയില്ല, അതായത് നിശ്ചിതമായിട്ടുള്ള നോ ഡിഫൈനൈറ്റ് ഷേപ്പാണ്, നിശ്ചിതമായിട്ടുള്ള ആകൃതിയില്ല. അതുപോലെ തന്നെ ഭാരമുണ്ട്, ഹാസ് വെയിറ്റ്. അടുത്ത് നോക്കുക, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ, വാതകത്തിനും ഗ്യാസിനും എന്തുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതുപോലെ തന്നെ ഗ്യാസിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, സ്വതന്ത്ര ചലനത്തിന് സാധിക്കുന്നു എന്നുള്ളതും കാര്യം എന്ത് ചെയ്യുക, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഫോംസ് അല്ലെങ്കിൽ പല രൂപത്തിൽ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് പല രൂപത്തിൽ നമ്മൾ വാട്ടർ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മൾ ജലമാണ്. ജലത്തിൻ്റെ പല രൂപം എങ്ങനെയാണ് നോക്കടാ, നോക്കടാ. ആദ്യം വന്നത് ഐസ് എന്നുള്ള രൂപമാണ് അല്ലേ, ഖരാവസ്ഥയാണ്. അതായത് നമ്മുടെ ജലത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ് എന്ന് പറയുന്നത്. വാട്ടർ എന്ന് പറഞ്ഞാലോ ദ്രാവകാവസ്ഥയാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ദ്രാവകാവസ്ഥയാണ്. അതുപോലെ തന്നെ നമുക്ക് വായു നോക്കടാ, വേപ്പർ എന്ന് പറഞ്ഞാൽ വാതകാവസ്ഥയാണ് അല്ലേ. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് 3 അവസ്ഥകളിൽ നമ്മുടെ വെള്ളം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നോക്കടാ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ
പഠിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ട് നോക്കട്ടെ, ഐസ് നോക്കിയോ. ഐസ് എന്ത് ചെയ്യും? ഐസ് നമ്മൾ ചൂടാക്കുമ്പോൾ എന്താ അവിടെ? അത് വാട്ടർ ആവും അല്ലേ. ഐസ് ചൂടാക്കുമ്പോൾ വാട്ടർ ആവും. അപ്പോൾ വാട്ടർ പിന്നെയും ചൂടാക്കുന്ന സമയത്ത് അത് വേപ്പറാവും അല്ലെങ്കിൽ നീരാവിയാവും അല്ലേ. വേപ്പർ അല്ലെങ്കിൽ നീരാവിയാവും. അപ്പോൾ ജലത്തിൻ്റെ 3 അവസ്ഥകളാണ്. ഐസ്, ജലം, നീരാവി എന്ന് പറയുന്നത് ജലത്തിൻ്റെ 3 അവസ്ഥകളാണ് അല്ലേ. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന 3 അവസ്ഥകളാണ് അല്ലേ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അത് നോട്ട് ചെയ്യുക. അപ്പോൾ നോക്കടാ, ഐസ് ഹീറ്റ് ആകുമ്പോൾ വാട്ടർ ആവും. അതുപോലെ തന്നെ വാട്ടറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താവും? വേപ്പറാവും. അത് വേപ്പറാവും കേട്ടോ. വാട്ടറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് വേപ്പറാവും. തിരിച്ചും അങ്ങനെയാണ് കേട്ടോ. തിരിച്ച് നോക്കടാ, ഈ വേപ്പറിനെ കൂൾ ചെയ്യുന്ന സമയത്ത്, വേപ്പറിനെ തണുപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തണുപ്പിക്കുന്ന സമയത്ത് എന്താവും? അത് ഐസാവും. അത് വെള്ളമാവും, ജലമാവും. അപ്പോൾ ജലത്തിനെ പിന്നെയും കൂൾ ചെയ്യുന്ന സമയത്ത് എന്താവും? അത് ഐസാവും. ജലത്തിനെ പിന്നെയും കൂൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജലത്തിനെ പിന്നെയും തണുപ്പിക്കുന്ന സമയത്ത് എന്താവും? അത് ഐസാവും. അപ്പോൾ നോട്ട് ചെയ്യുക എല്ലാവരും. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഐസിനെ ചൂടാക്കുന്ന സമയത്ത് വെള്ളമാവും, വെള്ളത്തിനെ പിന്നെയും ചൂടാക്കുന്ന സമയത്ത് എന്താവും? നീരാവിയാവും അല്ലേ, വാതകാവസ്ഥയിലാവും. നീരാവിയാവും അല്ലെ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലാവും അല്ലെങ്കിൽ നീരാവിയാവും, വാതകാവസ്ഥയിലാവും. തിരിച്ച് നോക്കണം, ഈ വാതകാവസ്ഥയിലുള്ള നീരാവിനെ തണുപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നീരാവിനെ തണുപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കൂടാ? അത് വെള്ളമാവും അല്ലേ. നീരാവിനെ തണുപ്പിക്കുമ്പോൾ വെള്ളമാവും. അതുപോലെ തന്നെ വെള്ളത്തിന് വീണ്ടും തണുപ്പിക്കുമ്പോൾ എന്താവും? ഐസാവും അല്ലേ. നമ്മൾ വെള്ളത്തിന് തണുപ്പിച്ചിട്ടല്ല ഐസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക? ആലോചിക്കുക. അപ്പോൾ ഐസിനെ ചൂടാക്കുമ്പോൾ അത് വെള്ളമാവും, വെള്ളത്തിനെ പിന്നെയും വീണ്ടും ചൂടാക്കും, എന്താവും? അത് നീരാവിയാവും അല്ലേ. നോക്കട്ടെ, ഈ പിക്ചറിൽ നോക്കി ഇങ്ങനെ നീരാവിയായി പോകുന്നില്ലേ. അപ്പോൾ ഈ നീരാവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെയും ചൂടാക്കി എന്താവും? തിരിച്ച് ചൂടാക്കിയല്ല, പിന്നെയും തണുപ്പിച്ചാൽ എന്താവും? തിരിച്ച് വെള്ളമാവും. അതുപോലെ തന്നെ വെള്ളത്തിനെ പിന്നെയും തണുപ്പിച്ച് എന്താവും? ഐസാവും കേട്ടോ. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക? ആലോചിച്ച് വയ്ക്കുക. കൂൾ ചെയ്താൽ എന്താവും? അപ്പോൾ നീരാവിനെ കൂൾ ചെയ്താൽ എന്താവും? വാട്ടറാവും. വാട്ടറിനെ പിന്നെയും കൂൾ ചെയ്താൽ ഐസാവും എന്നുള്ള കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ നോക്കടാ, ചൂടാവുമ്പോൾ അവസ്ഥ മാറുന്ന കുറച്ച് വസ്തുക്കളുണ്ട്. വെള്ളം മാത്രമല്ല, ചൂടാവുമ്പോൾ അവസ്ഥ മാറുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് മാറുക എന്ന് പറയും. അതായത് 3 സ്റ്റേറ്റ് ആവും. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് സ്റ്റേറ്റ്. 3 സ്റ്റേറ്റ് ഇല്ലേ? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ നോക്കടാ ഖരാവസ്ഥ, അതുപോലെ ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? 3 അവസ്ഥകളിൽ നമ്മൾ ചൂടാക്കുമ്പോൾ മാറുന്ന കുറച്ച് സാധനങ്ങളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നെയ്യും ഇതുപോലെയാണ് അല്ലേ. അതുപോലെ തന്നെ വെള്ളം, നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ വെള്ളം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ നോക്കടാ, മെഴുക്, വാക്സ്, മെഴുക്. അതുപോലെ തന്നെ ചോക്ലേറ്റും ഇതേപോലെയാണ് കേട്ടോ. ഇതേപോലെയാണ് 3 അവസ്ഥകളിൽ നിലനിൽക്കും. ഓക്കെ അല്ലേ. അപ്പോൾ നോക്കടാ, ആദ്യം ഞാൻ ഒന്നുകൂടെ പറയാം. ഗീ, വാട്ടർ, കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ വാക്സ് ചോക്ലേറ്റ്. എന്താണ്? ഗീ, വാട്ടർ, കോക്കനട്ട് ഓയിൽ, വാക്സ് ചോക്ലേറ്റ്. നെയ്യ്, വെള്ളം, വെളിച്ചെണ്ണ, മെഴുക്, ചോക്ലേറ്റ് ഒക്കെയാണ് എന്ത്? ചൂടാക്കുമ്പോൾ അവസ്ഥ മാറുന്ന വസ്തുക്കളാണ് കേട്ടോ. ചൂടാക്കുമ്പോൾ അവസ്ഥ മാറുന്ന വസ്തുക്കളാണ് നമ്മളിപ്പോൾ പഠിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് സബ്സ്റ്റൻസസ് ദാറ്റ് ചേഞ്ച് ദെയർ സ്റ്റേറ്റ് അപ്പോൺ ഹീറ്റിംഗ്, അതായത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് മാറുന്നതിനാണ് നമ്മൾ ഈ കുറച്ച് ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് കേട്ടോ. അടുത്തായിട്ട് മെർക്കുറി ഒരു ലോഹമാണെടാ. മെർക്കുറി എന്താണ്? ഒരു ലോഹമാണ്. ലോഹങ്ങളില്ലേ അല്ലെങ്കിൽ മെറ്റൽസ്, മെർക്കുറി ഒരു മെറ്റലാണ് കേട്ടോ. അപ്പം മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങൾ പൊതുവെ എന്തായിരിക്കും? ഖരാവസ്ഥയിലായിരിക്കും. ഖരാവസ്ഥയിലായിരിക്കും എന്നുള്ള കാര്യം എൻ്റെ മക്കൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം മെറ്റൽസ് എന്തായിരിക്കും? ഖരാവസ്ഥയിൽ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും പൊതുവേ നിലനിൽക്കുക. പക്ഷേ സാധാരണ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരേ ഒരു ലോഹമാണ് മെർക്കുറി എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണെന്ത്? മെർക്കുറി എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യുക? അത് എല്ലാവരും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് നമ്മുടെ മെർക്കുറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മെറ്റൽസ് എന്നാണ് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു, മെറ്റൽസ് എന്ന സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. പക്ഷേ മെർക്കുറി എന്ന മെറ്റൽ മാത്രമാണ് എന്ത്? സാധാരണ ടെമ്പറേച്ചർ, അതായത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ട് കാണപ്പെടുക. ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് നമ്മുടെ മെർക്കുറി എന്ന് പറയുന്നത്. അപ്പം മെർക്കുറി പ്രധാനമായി ഉപയോഗിക്കുന്നത് തെർമോമീറ്ററിലാണ് കേട്ടോ. അതായത് നമ്മുടെ പനിയൊക്കെ വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവില്ല, ഇതാണ് നമ്മുടെ തെർമോമീറ്റർ. തെർമോമീറ്ററിലാണ് പ്രധാനമായിട്ട് നമ്മൾ മെർക്കുറി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ തെർമോമീറ്റർ, ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ അളക്കാനാണ്. നമുക്ക് പനിയൊക്കെ വന്നാൽ നമ്മൾ തെർമോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ നോക്കുക, നമ്മുടെ താപനില എത്രയാണ്, നമ്മുടെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിലാണ് മെർക്കുറി എന്ത് ചെയ്യുക? പ്രധാനമായി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കുക. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്രേഷനെ കുറിച്ചാണ്. ബാഷ്പീകരണം അല്ലെങ്കിൽ
ഇവാപ്രേഷനെ കുറിച്ചാണ് കേട്ടോ. ഓക്കെ അല്ലേ? ദ്രാവകങ്ങൾ അല്ലെങ്കിൽ ലിക്വിഡ്സ്, ഓക്കെ, ലിക്വിഡ്സ് വേപ്പറായി പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്രേഷൻ എന്ന് പറയുക. ലിക്വിഡ്സ് വേപ്പറായി പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്രേഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്ന ഒരു പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറയുക. ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുക? ബാഷ്പീകരണം എന്ന് പറയുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? എൻ്റെ മക്കളെ എല്ലാവരും ആലോചിച്ച് വെക്കുക എന്നുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് നോക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ചൂടാക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലടാ. ഞാൻ വെള്ളം ചൂടാക്കുന്ന സമയത്ത് അത് നീരാവിയായി പോകും എന്ന് പറഞ്ഞില്ലേ? വെള്ളം ചൂടാക്കുന്ന സമയത്ത് നീരാവിയായി ഇങ്ങനെ പോകും എന്ന് പറഞ്ഞു. അതേ പ്രോസസ്സ്, അതേ പ്രക്രിയയാണ് ഇവിടെയും നടക്കുന്നത് കേട്ടോ. അതേ പ്രക്രിയയാണ് ഇവിടെയും നടക്കുന്നത്. നോക്കടാ, അത് നോക്ക്, സൂര്യൻ്റെ ചൂട് കാരണം നോക്കടാ, വെള്ളം ഇങ്ങനെ ചൂടാവും, എന്നിട്ട് എന്താവും? അത് വേപ്പറായിട്ട് പോകും കേട്ടോ. വെള്ളം ഇങ്ങനെ ചൂടാവും. സാധാരണ എന്ത് ചെയ്യും? ഈ സൂര്യൻ്റെ ചൂട് കാരണം എന്ത് ചെയ്യണം? ഇവിടെയുള്ള കടലിലെ വെള്ളവും അതുപോലെ തന്നെ വെള്ളമൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ വേപ്പറായിട്ട് ചൂടായി വേപ്പറായിട്ട് അല്ലെങ്കിൽ നീരാവിയായിട്ട് ഇങ്ങനെ പോവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇവാപ്രേഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ദ്രാവകങ്ങൾ എന്താണ്? ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് നമ്മൾ ഇവാപ്രേഷൻ എന്ന് പറയാം. നമുക്ക് സൂര്യൻ്റെ ചൂട് കാരണം നമ്മുടെ വെള്ളം ഇങ്ങനെ ചൂടായിട്ട് നോക്കണം, നീരാവിയായിട്ട് ഇങ്ങനെ പോവും. അതാണ് ഇവാപ്രേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറഞ്ഞ പ്രക്രിയ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് നോക്കണം. അതുപോലെ തന്നെ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ദ്രാവകങ്ങൾക്ക് എന്തായിരിക്കും? വ്യത്യസ്തമായിട്ടുള്ള നിരക്കുകളായിരിക്കും. അതായത് വ്യത്യസ്ത ദ്രാവകങ്ങൾക്ക് നോക്കടാ, വ്യത്യസ്ത നിരക്കുകളായിരിക്കും. ബാഷ്പീകരണത്തിൻ്റെ വ്യത്യസ്ത നിരക്കുകളായിരിക്കും. അതായത് ഡിഫറെൻറ്റ് ലിക്വിഡ് ഇവാപ്രേറ്റ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. അതായത് ഡിഫറെൻറ്റ് ലിക്വിഡ് ഇവാപ്രേറ്റ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ദ്രാവകങ്ങളും ഇവാപ്രേറ്റ് ചെയ്യുന്നത് ഓരോ സമയമെടുത്തായിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ കോക്കനട്ട്, അതായത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇവാപ്രേറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ സാനിറ്റൈസർ ഇവാപ്രേറ്റ് ചെയ്യുന്ന സമയത്തേക്കാൾ എന്തായിരിക്കും? ചിലപ്പോൾ കൂടുതലോ കുറവോ ആവാം കേട്ടോ. അതുപോലെ തന്നെ വെള്ളം ഇവാപ്രേറ്റ് ചെയ്യുന്ന സമയത്തിനേക്കാൾ ചിലപ്പോൾ കൂടുതലായിരിക്കും നമ്മുടെ മിൽക്ക് ഇവാപ്രേറ്റ് ചെയ്യുന്ന സമയം. കൂടുതലോ കുറവോ ആവാം. അപ്പോൾ ഓരോ ദ്രാവകങ്ങൾക്കും എന്തായിരിക്കും? വ്യത്യസ്ത നിരക്കുകളായിരിക്കും, വ്യത്യസ്ത ബാഷ്പീകരണ നിരക്കുകളായിരിക്കും നമ്മുടെ ഓരോ ദ്രാവകത്തിനും ഉണ്ടാവുക. അതായത് ഡിഫറെൻറ്റ് ഇവാപ്രേഷൻ റേറ്റ് ആയിരിക്കും. അതായത് ഓരോ സമയം എടുക്കണം. അപ്പോൾ സാനിറ്റൈസർ ഇപ്പോൾ ഇവാപ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബാഷ്പമാവാൻ 10 മിനിറ്റ് എടുക്കുമെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിന് 15 മിനിറ്റ് വേണ്ടി വരും. അപ്പം മിൽക്കിന് ചിലപ്പോൾ 20 മിനിറ്റ് വേണ്ടി വരും. ഇത് ചിലപ്പോൾ കൂടുതലോ കുറവോ ആവാം കേട്ടോ. ഇതിന് 30 മിനിറ്റ് വേണ്ടി വരും. അങ്ങനെ കൂടുതലോ കുറവോ ആവാം. അപ്പോൾ ഇവാപ്രേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണത്തിന് എന്താണ്? വ്യത്യസ്ത നിരക്കുകളാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ പൊതുവേ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളൊക്കെ നമുക്ക് ഏത് 3 അവസ്ഥകളിലാണ് കാണപ്പെടുക? പൊതുവേ എന്താണ് 3 അവസ്ഥകളിലാണ് കാണപ്പെടുക? ഏതൊക്കെ അവസ്ഥകളിലാണ്? സോളിഡ്, ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ്, അല്ലെങ്കിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുക. അതായത് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ പൊതുവേ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുക. ദ ഒബ്ജക്ട്സ് അറൗണ്ട് അസ് എക്സിസ്റ്റ് ഇൻ 3 സ്റ്റേറ്റ്സ്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് എന്ന് 3 അവസ്ഥകളിലാണ് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളൊക്കെ സ്ഥിതി ചെയ്യുക. അപ്പം എൻ്റെ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യുക? എൻ്റെ ഒപ്പം തന്നെ പഠിക്കുക. അത് എന്ത് ചെയ്യുക? വൃത്തിക്ക് ഈ ചാപ്റ്റർ പഠിക്കുക. ഓക്കേടാ, ബൈ.